സ്വന്തം ജീവിതം ത്യജിച്ചിട്ടെ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായിട്ട് 55 വയസ്സുകാരനായ ഒരു ആദിവാസി ഗോത്ര യുവാവുണ്ട്, കാടൻ. അദ്ദേഹത്തിന്റെ അമ്മ 90ഓളം വയസ്സുള്ള ആ അമ്മയെ പരിചരിക്കുന്നത് കണ്ടാണ്ടല്ലോ മനസാക്ഷിയുള്ള, അതേപോലെ തന്നെ കരുണയുടെ ഒരു കണമെങ്കിലുമുള്ള ഏതൊരു മനുഷ്യന്റെയും കണ്ണു നിറഞ്ഞു പോകും. വിറക് വീട്ടുകാരനായിട്ടുള്ള കാടന് എവിടെ പോകുമ്പോഴും ആ കയ്യില് എൻ്റെ അമ്മ ഉണ്ടാവും. ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് അമ്മേനെ അവിടെ ഇരുത്തി അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അമ്മയ്ക്ക് ചായയോ ഭക്ഷണമോ, അതേപോലെ തന്നെ അമ്മേനെ തൊട്ടും തലമുടിയും നമ്മൾ കൊച്ചു കുട്ടികളെ നോക്കണ മാതിരിയാണ് അമ്മേനെ നോക്കണത്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ കയ്യിൽ അമ്മ ഉണ്ടാവും. അങ്ങനെ അമ്മയും മോനും കൂടി അങ്ങനെ നടന്ന് ഒരു റോഡ് സൈഡിൽ കൂടെ ആണെങ്കിൽ അങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നെങ്കിലും ഒരു ദിവസം ആഹാരം പാകം ചെയ്യും വീട്ടിൽ, അപ്പോഴും അമ്മ ഒപ്പം തന്നെ ഉണ്ടാവും. കൂടാതെ അമ്മയെ കുളിക്കല്, ടോയ്ലറ്റിൽ കൊണ്ടുപോകല്, കഴുകി വൃത്തിയാക്കല്, എല്ലാ സംഗതി. കുറച്ചു നേരം അമ്മ കാടനെ കാണാണ്ട് ഇരിക്കുകയാണെങ്കിൽ കാടാന്ന് വിളിച്ച് നടക്കും. അതേപോലെ തന്നെ തിരിച്ച് അമ്മേനെ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ കാടൻ ഇങ്ങനെ വെപ്രാളപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാടനുണ്ടല്ലോ ഇന്ന് ഭയങ്കര വിദ്യാസമ്പന്നരാണ്, ഭയങ്കര പ്രബുദ്ധരാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കാടൻ എന്ന ആ യുവാവ് മാതൃക മാത്രമല്ല, നമ്മുടെ മുഖത്തേക്കുള്ള ഓരോ പ്രഹരാണ്. നമുക്ക് വേണ്ടി ജീവിതം ത്യജിച്ച നമ്മുടെ മാതാപിതാക്കള്, അവരൊരു നേരം അവരൊന്ന് മൈൻഡ് ചെയ്യാനോ ചുക്കിച്ചുളഞ്ഞ തൊലിയായിട്ട് ഒരു മൂലക്കിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്ല വൃദ്ധസദനത്ത് കൊണ്ടേ തട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ പവറും പത്രാസും കാണിച്ചിങ്ങനെ നടക്കും. ആ ഓരോരുത്തർക്കുള്ള ഓരോ പ്രഹരാണ് കാടൻ എന്നുള്ള ഈ യുവാവ്. ആ യുവാവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തതിൽ ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇല്ല. എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഞാൻ അറിയാതെ വിങ്ങി പൊട്ടിപ്പോയിട്ടുണ്ട്. കാടനെ കുറിച്ച് പറയാൻ കാടന്റെ ആ അട്ടപ്പാടി കോളനിയിലെ നിവാസികൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇരിക്കുന്ന തള്ളിക്ക് സുഖമില്ലാതെ കടന്നിട്ടും കണ്ണു കാണാതായിട്ടും വർഷങ്ങൾ കുറയായി. ഇതുപോലെ അമ്മേനെ സംരക്ഷിക്കുന്ന ആളും ഭക്ഷണം കൊടുത്ത് മൂത്രമൊഴിക്കാൻ പോകുമ്പോ, തൂറാൻ പോകുമ്പോ, ഭക്ഷണത്തിന് പോകുമ്പോ, പണിക്ക് പോകുമ്പോ എപ്പോഴും കൂടെ കൊണ്ടുപോയി ഇതുപോലെ അമ്മേനെ നോക്കണ ഒരു ആളെ ചിലപ്പോൾ നമ്മൾ ലോകത്ത് കണ്ടുകൂടാൻ തന്നെ ചാൻസ് ഇല്ല. എന്ത് കാര്യങ്ങളും ഈ ചെറിയ പിള്ളേർ ബാത്റൂം പോയാൽ എടുത്ത് കളയുന്ന പോലെ അമ്മയുടെ അടുത്ത് കളയും. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കുട്ടികളെ പോലെ സ്വന്തം അമ്മേനെ നോക്കി ഇപ്പോഴും അവര് ചായക്കടക്ക് പോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകും, പണിക്ക് പോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകും. അപ്പുറത്തിപ്പുറത്ത് ആരുടെ സഹായമല്ല, അമ്മയുണ്ടോ. അമ്മേനെ കൊണ്ടുപോയി ഒരു അരിയിലേക്ക് എത്തും, കണ്ണു കാണില്ലല്ലോ. ഒരു അരികിൽ പോയി ഇരുത്തിട്ട് അടുത്തിരുത്തിട്ട് പണിയെടുക്കുക. അമ്മ ഇവിടെ ഉണ്ടാവും, ഇയാൾ ഇവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ നോക്കും. അപ്പോൾ വെള്ളം വേണോ, ചോറ് വേണോ,